ഒരു ഇരുത്തിയാടുന്ന ഒരു പുള്ളിയായിരുന്നു ഈ പത്രോസ്ലീഹ. പക്ഷേ ഈ പത്രോസ്ലീഹയെ കുറിച്ചാണ് ഈശോ പറയുക, നിന്നിൽ സാത്താനുണ്ട്. ഈശോ രണ്ട് ശിഷ്യന്മാരോട് മാത്രമാണ് ഈ ഒരു കാര്യം പറയുക, നിങ്ങളിൽ സാത്താനുണ്ട് എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും പത്രോസിനുള്ളിൽ സാത്താൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പത്രോസ് ഈശോയെ തള്ളി പറയുന്നത്. പിന്നീട് ഈ പത്രോസിനെ വ്യത്യസ്തനാക്കുന്നത് ഇദ്ദേഹം പാപം ചെയ്തപ്പോഴും ആ പാപത്തിൽ തന്നെ വീഴാണ്ട് അനുദമിച്ച് വീണ്ടും ക്രിസ്തീയ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു എന്നതാണ് ഈ പത്രോസിനെ യൂദാസിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. രണ്ടുപേരും പാപം ചെയ്തവരാണ്. പക്ഷേ ഒരുവൻ ആ പാപത്തിൽ കഴിയാണ്ട് ആ പാപത്തെ കുറിച്ച് ഓർത്ത് അനുദമിച്ച് പിതാവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അനുതാപമുള്ള ഹൃദയത്തോടെ ഈശോയുടെ അടുത്തേക്ക് വീണ്ടും ഈ പത്രോസ്ലീഹ വന്നു. പ്രിയമുള്ളവരെ, ഈ പത്രോസിനെയാണ് ഈശോ സഭയുടെ കാവൽക്കാരനായിട്ട് അല്ലെങ്കിൽ ആദ്യ മാർപ്പാപ്പയായിട്ട് ഈശോ ഈ പത്രോസിനെ ഉയർത്തുക. കാരണം മറ്റൊന്നുമല്ല, അവന്റെ പാപങ്ങളെല്ലാം അവൻ അനുതാപത്തോടു കൂടി ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് കരുണ കാണിക്കുകയാണ്. ആ കരുണ അവനെ പ്രമുഖ സ്ഥാനത്തേക്ക്, ഒന്നാം സ്ഥാനത്തേക്ക് അവനെ ഈശോ. സെബസ്ത്യാനോസ് ഏകദേശം 30-31 വർഷമേ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഈ വിശുദ്ധന്റെ ജീവിതം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതവും ഒരുപക്ഷെ ഹ്രസ്വമാകാം, ഒരുപക്ഷെ ദീർഘകാലമുള്ള ജീവിതമാകാം. അപ്പോൾ ആ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് വിശുദ്ധൻ്റെ ജീവിതം അല്ലെങ്കിൽ വിശുദ്ധൻ ജീവിച്ച് നമുക്ക് കാണിച്ചു തരികയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ പറയും, ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ പറയുന്നതാണ്, പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ റിട്ടയറൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 50 വയസ്സ് 60 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് നന്നാകാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകാം, അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനകളിൽ മുടക്കം കൂടാതെ നമ്മളൊക്കെ ചെല്ലാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഭക്തകാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇടവകയോട് നമ്മൾ കൂടുതലായിട്ട് അടുത്തു നിന്നുകൊണ്ട് ഭക്തകാര്യങ്ങളിലൊക്കെ പങ്കുചേരാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജീവിതമൊക്കെ എത്ര ഇന്ന് കിടന്നാൽ നാളെ ഏൽക്കുമോ എന്ന് പോലും അറിയത്തില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക. പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഇടവക അല്ലെങ്കിൽ അടുത്ത ഇടവകകളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്ന അകാല മരണങ്ങളുമൊക്കെ നമുക്ക് ഒരു ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജീവിതം എത്ര നാൾ നീളുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഹ്രസ്വകാല ജീവിതമാണെങ്കിലും അത് ദീർഘകാലമായിട്ടുള്ള ജീവിതമാണെങ്കിലും അത് വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് അല്ലെങ്കിൽ ഒരു ഉദാഹരണമാണ് വിശുദ്ധ സെബസ്ത്യാനോസ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരിക.